8-ന്റെ 16ന്റെ പടി വരെ പറയാൻ കിട്ടിയത് കൊണ്ട് വന്ന പ്രോൺസ് കാലത്ത് ക്ലീൻ ചെയ്ത് ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് നാളെ നോമ്പൊക്കെ തുടങ്ങുകയാണ്. അപ്പൊ എല്ലാരും എങ്ങനെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയോ? അപ്പം നമുക്ക് നാളത്തേക്ക് ഇടയത്തായത്തിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കണം, ഡിന്നറിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കണം, കുറച്ചേറെ പണികളാണ്. അതിൻ്റെ ഇടയിലാണ് എനിക്കൊരു 8-ന്റെ 16ന്റെ പടി വരെ പറയാൻ കിട്ടിയത്. ഞാൻ കാണിച്ചു തരാം എന്താന്നുള്ളത്. നോക്ക്, ഞാന് പ്രോൺസ് വാങ്ങാൻ പറഞ്ഞതാണ്. അതും ഞാൻ പറഞ്ഞത് ഒരു 1/2 kg, 1 kilo പ്രോൺസ്, വലിയ പ്രോൺസ്. അതാകുമ്പോൾ നമുക്ക് കുറച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രോൺസ് ഞാൻ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞാണ്. വാങ്ങിക്കൊണ്ട് വന്ന പ്രോൺസ് കണ്ടു, ചെറിയ പ്രോൺസ്, 1 kilo പ്രോൺസ്. ഇത് ഞാൻ ഏത് കാലത്ത് ക്ലീൻ ചെയ്ത് കഴിയാണ്? തലയും മാലും കഴിയുമ്പോൾ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നാ തോന്നുന്നത്. ഇപ്പൊ വേറെ വഴിയില്ല. ഇനിയിപ്പം ഇന്ന് ചെയ്തില്ല, നാളത്തേക്ക് വെച്ചാൽ നമ്മള് നാളെ നോമ്പൊക്കെ വെച്ച് ക്ഷീണമായിരിക്കും, നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പം ഇപ്പൊ തന്നെ ഇരുന്നത് ഫുൾ ക്ലീൻ ആക്കി എത്ര സമയം എടുക്കുന്ന എനിക്കറിയത്തില്ല. ഒന്നും പറയണ്ട, ഇനിയിപ്പം പറഞ്ഞോണ്ട് നിന്നിട്ട് കാര്യമില്ല. നമുക്ക് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് ആദ്യമേ ഇത് ഫുൾ ക്ലീൻ ചെയ്യാം, എന്നിട്ട് ഇതൊക്കെ റെഡിയാക്കി വെക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാം. അപ്പൊ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. അപ്പൊ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് വെൽക്കം. നമുക്ക് ഇതിന്റെ തലയും വാലും ഇങ്ങനെ എടുത്ത് കളയണം. പക്ഷെ ഇത് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ പൊടിഞ്ഞു പോവാണല്ലോ. ഞാൻ സത്യം പറഞ്ഞ ആദ്യമായിട്ടാണ് ഈ ചെറിയ പ്രോൺസ് ക്ലീൻ ചെയ്യുന്നത്. ഞാൻ യൂഷ്വലി വലിയ പ്രോൺസ് വാങ്ങിക്കാറുള്ളൂ, എനിക്ക് പണിയെടുക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ. ഇതിപ്പോ നല്ല ചെറിയ പ്രോൺസ്, എനിക്ക് കാണുമ്പോൾ തന്നെ ഇത് ഭ്രാന്ത് പിടിക്കുന്നു. ഇതെപ്പം ഞാൻ ചെയ്ത് തീർക്കാനോ? ഇതിന്റെ ഇടയ്ക്ക് പൂട്ട് കച്ചവടം എന്ന് പറഞ്ഞ പോലെ ഇതാ വരുന്നുണ്ട്. അമ്മ ഫിഷ് കാണണോ? കണ്ടോ? നമ്മുടെ ഓഫീസിലൊരു ചേച്ചിയുണ്ട്, അപ്പൊ അവരൊക്കെ ചെമ്മീനൊക്കെ ഇങ്ങനെ പടപടപടാന്നൊക്കെ പൊളിക്കുന്നതാണ്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട്. എനിക്കത്ര സ്പീഡൊന്നും ചെയ്യാൻ അറിഞ്ഞൂടാ. മിച്ചുവിന്റെ വഴക്കാണ് എനിക്ക് ഫുൾ അങ്ങ് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. ആകെ ഇത്ര മാത്രമേ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ 1.5 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ട് എനിക്ക് കിട്ടിയ പ്രോൺസ് അതാ ഇത്രേ ഉള്ളൂ. ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാ ഇത്രയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 1.5 മണിക്കൂർ എൻ്റെ കഷ്ടപ്പാടിന് ശേഷം ഇത്രയും പ്രോൺസേ കിട്ടുള്ളൂ. ഇത് ചെറുതായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ബാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്, ഇനി നാളത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് പിന്നെ ബേബി എടുത്ത് ഞാൻ കുറച്ച് തേങ്ങ പൊളിച്ചുതരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. പൊളിക്കാനല്ല, വെട്ടിത്തരാൻ. തേങ്ങ എനിക്ക് ഭയങ്കര മടിയാണ്, തേങ്ങ ഒക്കെ ചൊരണ്ടാൻ വേണ്ടിയിട്ട്. എനിക്ക് കുറച്ച് മാങ്ങ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ തേങ്ങ ചൊരണ്ടാൻ പറഞ്ഞിട്ട് അങ്ങനെ ബേബിക്ക് കുറച്ച് തേങ്ങയൊക്കെ ചൊരണ്ടി തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പണിയെന്ന് പറഞ്ഞാൽ ഇടത്താലത്തിനുള്ള ഫുഡ് റെഡിയാക്കുക എന്നുള്ളതാണ്. അതായത് ചോറ് ഞാനിങ്ങനെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കും. അതാകുമ്പോഴത്തേക്കും ഒരു 4 മണിയാകുമ്പോൾ എണ്ണീറ്റിട്ട് ചോറൊന്ന് തിളപ്പിച്ച് വടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ചൂടോടുകൂടി ചോറൊക്കെ കഴിക്കാം. അപ്പം ഇനിയിപ്പം ചമ്മന്തി അരയ്ക്കണം. അതേപോലെ തന്നെ നാളെ ഫസ്റ്റ് നോമ്പാണല്ലോ, അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് അപ്പത്തിന് മാവ് അരച്ച് വെക്കാം. അപ്പോൾ അമ്മ കഴിഞ്ഞ ദിവസം എനിക്ക് കുറച്ച് മട്ടനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ മട്ടൻ ഇരിപ്പുണ്ട്. അപ്പോൾ മട്ടൻ കറിയും അപ്പവും കൂടെ വെക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാനിങ്. അപ്പം മാവിന് അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചരിയൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കുവാണെങ്കിൽ എനിക്ക് രാവിലെ അരച്ച് വെച്ചാൽ മതിയല്ലോ, അപ്പോൾ വൈകുന്നേരം നമുക്ക് അപ്പമൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട്, പാത്രമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ മോര് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞാൻ ഇടത്തായത്തിന് വേണ്ടി റെഡിയാക്കിയിട്ടുള്ളത് പ്രോൺസും പിന്നെ മോരും ഉണ്ട്. പിന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ് പപ്പടം, അപ്പോൾ പപ്പടം കൂടെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ലേറ്റ് ആയതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഡിന്നറിനുള്ള ഫുഡൊന്നും റെഡിയാക്കാൻ ടൈം കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് ഹൗസ് ഓഫ് മന്തിയിലാണ്. ഹൗസ് ഓഫ് മന്തിയിൽ ഒരു പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഹൗസ് ഓഫ് മന്തിന്ന് പോവാന്ന്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ക്ലബ് ഷവായിലെ മന്തിയാണ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ്. അപ്പോൾ എന്നും അവിടെ നിന്ന് കഴിക്കുന്നത് കൊണ്ട്, എന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മന്തി കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ടൈമിൽ അവിടെയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഇവിടുന്ന് ഒന്ന് കഴിച്ച് നോക്കി, ഇഷ്ടപ്പെടുമോ നോക്കാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബീഫ് റിബ് മന്തിയും പിന്നെ ഞാനൊരു അൽഫാമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തോ അൽഫാമായിരുന്നു, എനിക്ക് ഓർമ്മയില്ല, എന്തോ ഒരു അൽഫാമാണ് കേട്ടോ. അപ്പം ബീഫ് റിബ് മന്തി കുഴപ്പമില്ലായിരുന്നു, പക്ഷേ റൈസും ചിക്കനൊക്കെ വയ്ക്കും അവിടുത്തെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് അജിഫാനിലേക്കാണ്. അപ്പം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ്സ് ഒക്കെ വാങ്ങണമായിരുന്നു, കുറച്ച് നട്ട്സും ഡേറ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരെ പോയത് പനമ്പള്ളി നഗറിലുള്ള അജിഫാനിലാണ്.
അപ്പം കുറേ വെറൈറ്റീസ് ഉണ്ട്. ഞാൻ എല്ലാം 2-3 ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ ഞാൻ ഒരു 1 kg വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിനി നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടുത്ത വിശേഷങ്ങളൊക്കെ നോമ്പിൻ്റെയൊക്കെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.